അങ്ങനെ മിത്ര പറയുന്നുണ്ട്, ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ട്. നീയും ഞാനും ചേർന്നിരിക്കുന്ന ഫോട്ടോ, നീ പറഞ്ഞ തമാശകൾക്ക് ഞാൻ പൊട്ടിച്ചിരിച്ച ഫോട്ടോ, കൂടി നിന്നവരെല്ലാം അതിശയത്തോടു കൂടി നമ്മളെ നോക്കുന്ന ഫോട്ടോസ്. പക്ഷെ അതിനൊടുവിൽ ആൽബത്തിന്റെ അവസാനത്തെ പേജിൽ ഒരു ഫോട്ടോയുണ്ട്. നീ എന്റെ ചങ്കിന് കുത്തിയത് സ്റ്റുഡിയോക്കാർ പോലും മറന്നിട്ടില്ല. അവളും നീയും ഒരുമിച്ചുള്ള ഫോട്ടോ, നീ അവളെ താലി കെട്ടുന്ന ഫോട്ടോ. എല്ലാം കേൾക്കുമ്പോൾ സൂര്യ ചോദിക്കാൻ, അതിന് ഞാൻ എന്ത് വേണം? മിത്ര പറയുന്നുണ്ട്, ആ ഫോട്ടോ നിന്റെ വീട്ടിലല്ലാതെ നാട്ടുകാരെ ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ നിനക്ക്? ഒരു വേലക്കാരുടെ കഴുത്തിൽ താലി കെട്ടുന്ന നാണം കെട്ട ആ ഫോട്ടോ അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ തനിക്ക്? ഉണ്ടാവില്ല. കാരണം എനിക്ക് മാത്രമല്ല, നിനക്കും അതൊരു പുഴുവരിക്കുന്ന ഓർമ്മകൾ മാത്രമാണ്. ആ ഫോട്ടോയിലേക്ക് ഒന്ന് രണ്ട് തവണ നോക്കിയാൽ നീ അത് തീയിലിട്ട് എരിക്കും. ബിക്കോസ് ഐ നോ, അതുപോലൊരു ബേസ്റ്റിനെ മനസ്സിൽ പോലും കൊണ്ടു നടക്കാൻ പറ്റില്ല നിനക്ക്. എന്നിട്ടും നിന്നെ വെറുത്തിട്ടില്ല ഞാൻ. നിനക്കൊന്നും സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ബിക്കോസ് സ്റ്റിൽ സ്റ്റിൽ ഐ ലവ് യു എന്നവൾ പറയാട്ടോ സൂര്യയുടെ ഫോട്ടോ നോക്കിയിട്ട്. ഇത് കേൾക്കുന്ന സൂര്യക്ക് ദേഷ്യം വരികയാണ്. അവൻ ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്യാണ്. ശേഷം സൂര്യ വണ്ടിയും എടുത്ത് പുറത്ത് പോവാണ്. അതേസമയം മിത്രയാവട്ടെ ആ ഫോട്ടോ എടുത്തിട്ട് പറയുന്നുണ്ട്, നിന്റെ ഫോട്ടോയിൽ നിന്നും അവളെ ഞാൻ കീറിയെടുത്തതുപോലെ നിന്റെ ലൈഫിൽ നിന്നും ഞാൻ അവളെ പറിച്ചെറിയും. ഇറ്റ്സ് മൈ ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ ആ ഫോട്ടോ നോക്കി ചിരിക്കുകയാണ് അവളെ. അതേസമയം അകത്ത് ഇന്ദ്രജയും വേദയും വിജയും കൂടി ആ ആൽബം നോക്കിയിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയാട്ടോ. സൂപ്പറായിട്ടില്ലേ, നല്ല രസമുണ്ട്, എന്ത് ഭംഗിയാ എന്നെ കാണാൻ എന്നൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് പത്മ കയറി വരുന്നത്. ഇവരുടെ സംസാരം കേട്ട് അവൾ അത് ശ്രദ്ധിക്കാൻ കേട്ടോ. അങ്ങനെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. എന്താ ഇത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മൂന്ന് പേരും പേടിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ആൽബം മടക്കി പിടിച്ച് നിൽക്കുകയാണ്. എന്താ ഇത്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് വീണ്ടും പത്മ ചോദിക്കുകയാണ്. അത് ആൽബം ഏട്ടന്റെ വിവാഹത്തിന്റെ എന്ന് പറയാൻ കേട്ടോ വേദ. ഈ ഫോട്ടോ ഇപ്പോൾ ഇവിടെ ആരാ കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്നുണ്ട് പത്മ. അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, പേയ്മെന്റ് നടത്തിയത് കൊണ്ട് സ്റ്റുഡിയോക്കാർ കൊണ്ടു തന്നതാണ്. അത് വാങ്ങാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എന്നോട് ചോദിക്കാതെ ഇത് വാങ്ങി വെക്കാൻ ആരാ പറഞ്ഞത് എന്ന് ഉച്ചത്തിൽ ചോദിക്കാൻ കേട്ടോ പത്മ. ഇത് കേട്ടുകൊണ്ട് രാജുവും നന്ദിനിയൊക്കെ അവിടേക്ക് വരികയാണ്. ഒരു വീട്ടിൽ ഒരു ദുരന്തം നടന്നാൽ അതിന്റെ ഓർമ്മക്കായി എന്തെങ്കിലും സൂക്ഷിക്കാറുണ്ടോ? അല്പം കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കാനെങ്കിലും നിങ്ങൾക്ക് തോന്നുമായിരുന്നില്ലേ? എന്ത് സെൻസാ നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് വേദയുടെ കയ്യിൽ നിന്നും ആ ആൽബം പിടിച്ചു വാങ്ങാട്ടെ പത്മ. എന്നിട്ട് മറിച്ചു നോക്കുകയാണ്. ഫ്രണ്ട് പേജിൽ തന്നെ വിവാഹത്തിന്റെ അന്ന് സൂര്യയും പത്മവും യതീന്ദ്ര സാറ് കൂടി നിൽക്കുന്ന ഫോട്ടോ ആണ്. അത് കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് അവരുടെ മുഖത്ത് കാണുന്നില്ല. അടുത്ത പേജിലേക്ക് മറിക്കുകയാണ്. അതിൽ കാണുന്നത് സൂര്യ നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടുന്നതാണ്. നെക്സ്റ്റ് പേജിൽ അവർ രണ്ടുപേരുടെയും വലിയൊരു ഫോട്ടോസ്. എല്ലാം കാണുമ്പോൾ ദേഷ്യം വരാൻ കേട്ടോ പത്മയ്ക്ക്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി നന്ദിയെ നോക്കുന്നുണ്ട്. ശേഷം വന്ന വിവാഹ മണ്ഡപത്തിൽ വെച്ച് നടന്ന കാര്യങ്ങൾ വീണ്ടും ആലോചിക്കേണ്ട പത്മ. സൂര്യ എഴുന്നേറ്റ് പോയി നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടിയതൊക്കെ. ശേഷം ആ ഫോട്ടോ ആൽബത്തിൽ നിന്നും കീറിയെടുക്കാണ്ട് എന്നിട്ട് ചുരുക്കി കൂട്ടി മടക്കി ഈ വീടിന്റെ അസ്ഥിവാരം തോണ്ടിയതാണ് ആ നിമിഷം. അതിന്റെ ഒരു ഓർമ്മകളും ഈ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ചുരുട്ടി മടക്കി എറിയാൻട്ടോ. കറക്റ്റ് ചെന്ന് വീഴുന്നത് സൂര്യ അകത്തേക്ക് വരുന്നതും അവന്റെ കാലിനടുത്തേക്ക്. അവരത് കയ്യിലെടുത്തിട്ട് എല്ലാവരെയും നോക്കുന്നുണ്ട് കേട്ടോ. ശേഷം അത് പതിയെ തുറന്ന് നോക്കുകയാണ്. അങ്ങനെ അവരുടെ രണ്ടുപേരും നിൽക്കുന്ന ഫോട്ടോ കാണാൻ കേട്ടോ സൂര്യ. എന്നിട്ട് അവൻ നോക്കിയിട്ട് പറയുന്നുണ്ട്, വാവ് എന്ത് ഭംഗി, എന്തൊരു ചേർച്ച, ഈ ഫോട്ടോയിൽ എൻ്റെ ഭാര്യ അതിസുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഫോട്ടോ നോക്കി അവൻ ആസ്വദിക്കണം. ചിരിച്ചുകൊണ്ട് അവളുടെ ഫോട്ടോയ്ക്ക് ഉമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന ഇന്ദ്രജയും വേദയ്ക്കും എല്ലാവർക്കും ഇത് എന്തായി ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരു തോന്നുക കേട്ടോ. എന്നാൽ പത്മക്കാട്ടെ വീണ്ടും ചൊടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ ഫോട്ടോ തൊട്ട് തലയിലൊക്കെ കൈവയ്ക്കാൻ. എല്ലാം കാണുമ്പോൾ പത്മത്തിന് ദേഷ്യം വരാണ്. അവൾ അവിടെ നിന്നും പോവാൻ കേട്ടോ. ശേഷം സൂര്യ ചിരിച്ചുകൊണ്ട് ആ ഫോട്ടോയുമായിട്ട് അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ വിജയ് ചോദിക്കും, ഹലോ അലയ, എങ്ങനെ ഇത്ര കൃത്യസമയത്ത് തന്നെ അലയന്റെ കാലിൽ വന്ന് വീണത്? അപ്പോൾ ചിരിച്ചുകൊണ്ട് സൂര്യ പറയുന്നത്, ചില നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ തന്നെ നമ്മൾ എത്തണം. ഇനി അങ്ങോട്ട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കാനുണ്ട്. എന്നിട്ട് നന്ദിനിയെ വിളിച്ചിട്ട് പറയുന്നത്, നന്ദിനി ഡോണ്ട് വെറി, ഇനി അങ്ങോട്ട് ഓരോ അടിക്കും ഓരോ തിരിച്ചടികൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് അവൻ ആ ഫോട്ടോയുമായിട്ട് പുറത്തു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സൂര്യയും വിവേകും പുറത്ത് നിൽക്കുന്നതാണ് കേട്ടോ. അവൻ വിവേകിനോട് പറയുന്നുണ്ട്, നീ ആരതിയെ വിളിക്ക്, ഞാനിപ്പോൾ വിളിച്ചാൽ അവൾ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് വിവേക്. ഭാര്യയെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവളെ അനുസരിപ്പിക്കാനും കൂടി പഠിക്കണം, നീ എന്തായാലും വിളിക്ക് എന്ന് പറയാട്ടോ സൂര്യ. അങ്ങനെ ആരതിയെ വിളിക്കാട്ടോ. ആരതി ചോദിക്കുന്നു, ഇത് എവിടെയാണ്, കുറെ നേരമായാലോ പുറത്ത് പോയിട്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എന്ന് പറയാണ്. അതെ, ഞാനിപ്പോൾ സൂര്യയുടെ പുറത്താണ് നിൽക്കുന്നത്. നീ ഇന്നലെ ഒരു ആവശ്യം പറഞ്ഞില്ലേ, അത്യാവശ്യമായിട്ട് അമ്പലത്തിൽ പോകണമെന്ന്? അപ്പോൾ ആരതി ചോദിക്കുന്നത്, ഞാനോ ഇന്നലെയോ എന്നൊക്കെ ചോദിക്കുകയാണ്. വിവേക് പറയും, ഇന്നലെ മിനിയാന്നോ എന്നാവട്ടെ, എന്തായാലും നീ പെട്ടെന്ന് റെഡി ആയിട്ട് കുന്നുപുറത്തെ ക്ഷേത്രത്തിനടുത്തേക്ക് വാ എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്തോ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ. എനിക്കിവിടെ ചോറും കറികളൊക്കെ തയ്യാറാക്കേണ്ട മനുഷ്യ, ദേ അടുക്കളയിൽ ചോറും കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിവേക് പറയുന്നത്, അതൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചാൽ അത് നിന്നെ തല്ലുകയൊന്നുമില്ലല്ലോ, നമുക്ക് തിരിച്ചു വന്നിട്ട് വേവിക്കാം, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയാൻ കേട്ടോ. എല്ലാം കേട്ട് സൂര്യയും അടുത്തുനിന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ആരതി എന്ത് സർപ്രൈസാണ് ചോദിക്കുന്നത്. വിവേക് പറയാണ്, സർപ്രൈസ് അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, അമ്പലത്തിൽ ഇറങ്ങുമ്പോൾ നന്ദിനിയും കൂടി കൂട്ടണം എന്ന് പറയാട്ടോ. അപ്പോൾ ആരതി പറയുന്നത്, അതെന്തായാലും കൊള്ളാം, ആ വീട്ടിൽ നിന്ന് ഞാൻ അവളെ എങ്ങനെ വിളിക്കാനാ,
അപ്പോൾ വിവേക് പറയുന്നുണ്ട് അതൊക്കെ നിന്റെ ഉത്തരവാദിത്തം, നന്ദിനിയെ നീ വിളിക്കുകയും വേണം, റെഡിയായിട്ട് നിൽക്കാൻ പറയുകയും വേണം എന്ന് പറയാൻ കേട്ടോ. ഞാൻ സൂര്യൻ അമ്പലത്തിൽ വരുന്ന കാര്യം നീ നന്ദിനിയോട് ഒരിക്കലും പറയരുത്. നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിലെത്തുന്നു, ഞങ്ങളെ അവിടെ നിന്നും അപ്രതീക്ഷിതമായി കാണുന്നു, അങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആരതിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവൾ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ശേഷം നന്ദിനിയെ ഫോൺ വിളിക്കുന്നുണ്ട്. നന്ദിനി ചോദിക്കുന്നുണ്ട് ആരതി എന്താ ഈ സമയത്ത് എന്ന് ചോദിക്കുകയാണ്. അത് നന്ദിനി, കുറച്ച് ദിവസമായിട്ട് എനിക്ക് മനസ്സിനൊരു സുഖവുമില്ല. ഒന്ന് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാത്തിനും ഒരു ആശ്വാസം കിട്ടും. എനിക്ക് തനിച്ചു പോകാൻ മടിയായത് കൊണ്ടാണ് നിന്നെയും കൂടെ വിളിച്ചത്. നീ വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നത് അമ്പലത്തിൽ പോകുന്ന കാര്യം എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അത് ഏത് സമയത്തും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ജോലികളൊന്നും എനിക്കില്ല എന്ന് പറയാൻ കേട്ടോ. പക്ഷേ ഈ വീട്ടിൽ നിന്നും പുറത്തു കടക്കുന്ന കാര്യമാണ്. ഇവിടെയുള്ളവരോട് ചോദിച്ചാൽ എന്തായാലും എന്നെ പുറത്തു പോകാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആരതി പറയുന്നത് നീ എന്തായാലും യതീന്ദ്ര സാറിനോട് ചോദിക്കുക, സാർ എന്തായാലും നിന്നെ സമ്മതിക്കാതിരിക്കില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ആ ഐഡിയ കൊള്ളാം, ഞാൻ എന്തായാലും സാറിനോട് ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ ആരതി പറയുന്നുണ്ട് നന്ദിനി പെട്ടെന്ന് തന്നെ വേണം, 10 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ വരും, അപ്പോഴേക്കും നീ റെഡിയായി നിൽക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ നന്ദിനി. ശേഷം യതീന്ദ്ര സാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സർ, ഞാൻ അമ്പലത്തിൽ വരെ ഒന്ന് പോകട്ടെ, ആരതി വിളിച്ചിട്ടാണ്, അവൾക്ക് എന്തോ അത്യാവശ്യ കാര്യമുണ്ട്, കൂട്ടിന് എന്നോട് ചെല്ലാൻ പറഞ്ഞു, അവൾ ഇവിടെ വരും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ യതീന്ദ്ര സാർ പറയുന്നത് അതൊരു നല്ല കാര്യമല്ലേ, മോള് പൊക്കോ, മാത്രവുമല്ല തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ, നീയും ചെന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ നിന്റെ മനസ്സിനും ഒരു തെളിച്ച കിട്ടും എന്നൊക്കെ പറയാൻ. അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് സന്തോഷമാവാണ്. അങ്ങനെ അടുത്ത നിമിഷം തന്നെ അവിടെ കോളിംഗ് ബെൽ ഉയരാൻ. അത് ആരതിയായിരുന്നു. എന്താ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. റെഡിയായി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നന്ദിനി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആരതിയുടെ കൂടെ അമ്പലത്തിലേക്ക് നടക്കാൻ കേട്ടോ. എന്തെന്നില്ലാത്ത സമാധാനവും ആശ്വാസവും എല്ലാം നന്ദിനിയുടെ മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. നന്ദിനിയുടെ ആ ഓടിച്ചാടിയുള്ള നടത്തം കാണുമ്പോൾ ആരതി ചോദിക്കുന്നുണ്ട് നന്ദിനി ഇത് എന്ത് നടപ്പാണ്? അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടക്കാറ്, എനിക്കിഷ്ടമുള്ള രീതിയിൽ, അല്ലാതെ ഇവിടെയുള്ളവരെ പോലെ മോഷണത്തിന് പിടിച്ചു പോകുന്ന പോലെ നടക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. പിന്നീട് ആരതി ചോദിക്കുന്നത് അതല്ല, അമ്പലത്തിലേക്ക് വരുമ്പോൾ അന്ന് ഏട്ടൻ എടുത്തു തന്നതിൽ നിന്നും ഏതെങ്കിലും ഒരു സാരി ഉടുത്താൽ പോരായിരുന്നു? നന്ദിനി ചോദിക്കുന്നുണ്ട് അതെന്താ, ദൈവങ്ങൾക്ക് സാധാരണ ഡ്രസ്സൊന്നും പിടിക്കില്ലേ? ഞാനതൊന്നും ഉടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ, അതൊക്കെ ഞാൻ സാറിന്റെ പെങ്ങന്മാരോട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആരതി പറയുന്നത് എന്തായാലും നിന്നെ ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് വിളിച്ചത് നന്നായി, അതുകൊണ്ടല്ലേ ഇത്ര സന്തോഷമായിട്ട് നീ സംസാരിക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു കാറ്റ് മഴയ്ക്ക് വന്നാൽ എന്ത് രസമായിരിക്കും അല്ലേ ആരതി? മഴ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് രസമായിരിക്കും എന്നറിയോ, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും, എന്നിട്ട് ചാടി തുള്ളി അങ്ങ് കളിക്കും എന്ന് പറയാൻ. അപ്പോൾ ആരതി ചോദിക്കുന്നത് അത് ചെറുപ്പത്തിലല്ലേ? അല്ലെന്നേ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ വരെ അങ്ങനെയായിരുന്നു. ഇനി എന്തെങ്കിലും വീട്ടിൽ ചെന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഇതുപോലെ മഴയത്ത് നടക്കും, കുളത്തിൽ മുങ്ങാങ്കുഴിയിടും, പാടത്ത് ചെളിയിൽ കിടന്ന് ഉരുളും എന്നൊക്കെ പറയാൻ. എല്ലാം കേൾക്കുമ്പോൾ ആരതിക്കും ചിരിയേറിയാണ്. ഓ മതി നന്ദിനി, എന്തിനാ ആരോടാ എത്ര വാശി? അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എന്നെ പൂട്ടിയിട്ടവരോട്, എനിക്ക് ആ തറയും ചുമരും കണ്ട് മടുത്തു, അതിനേക്കാൾ കുറെ കുഴപ്പം പിടിച്ച ആളുകൾ, അങ്ങനെയൊക്കെ പറയാണ്. പിന്നീട് ചോദിക്കുന്നത് അമ്പലം എത്താറായോ ആരതി? ആ കുറച്ചു ദൂരം കൂടെ ഉള്ളൂ എന്ന് പറയാൻ. അയ്യോ അങ്ങ് എത്ര പെട്ടെന്ന് എത്താണ്ടായിരുന്നു, നമുക്ക് കുറെ നടക്കണം. അപ്പോൾ ആരതി പറയുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് അടുത്ത തവണ ഇറങ്ങുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് എത്താവുന്ന ദൂരത്തിലുള്ള അമ്പലത്തിൽ പോകാം, ഒന്ന് പോ എന്ന് പറഞ്ഞ് അവർ തമാശ പറഞ്ഞ് ചിരിക്കാൻ. അപ്പോഴവിടെ ഒരു പൂക്കടക്കാരനെ കാണുന്നത്. അയാളടുത്തു നിന്നും മുല്ലപ്പൂക്കളൊക്കെ വാങ്ങി നന്ദിനി മുടിയിൽ ചൂടുകയാണ്. അപ്പോഴത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം നന്ദിനി മുടിയിൽ ചൂടുന്ന സീനൊക്കെ എടുക്കാണ്ട്. അങ്ങനെ ആരതിയും നന്ദിനിയും കൂടി അമ്പലത്തിലെത്തിയാണ്. അവർ അവിടെ ഇരുന്ന് തൊഴിയൊക്കെ ചെയ്യുന്നുണ്ട്, സംസാരിക്കാണ്ട്. അപ്പോഴാണ് അവിടേക്ക് വിവേകും സൂര്യയും വരുന്നത്. ആഹാ, നിങ്ങളെന്താ ഇവിടെ? അപ്പോൾ ആരതി പറയുന്നുണ്ട് വിവേക്, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന കാര്യം, ഇപ്പോഴാണ് നന്ദിനിയെ കിട്ടിയത്, അതെന്താ സർപ്രൈസ് ആയിരിക്കുന്നല്ലോ, എൻ്റെ കൂടെ സൂര്യയും ഉണ്ട്, വാ എന്തായാലും ഒന്നിച്ച് തൊഴാം എന്ന് പറഞ്ഞ് അവർ 4 പേരും ഒന്നിച്ച് തൊഴയാണ്ട്. ആ സമയത്ത് സൂര്യരാഗ്രഹം പറയുന്നു അന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞത് നമ്മൾ 2 പേരും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. നന്ദിനിക്കാണെങ്കിൽ തീരെ താല്പര്യവുമില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ അമ്പലത്തിൽ വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് താലി കെട്ടിയാലോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ആരതിയും വിവേകും പറയുന്നുണ്ട് ആ ഐഡിയ എന്തായാലും കൊള്ളാം, എന്തായാലും അന്ന് മനസ്സുകൊണ്ട് സമ്മതമില്ലാതെയാണല്ലോ നന്ദിനി നിന്നത്, ഇന്ന് അങ്ങനെയല്ല, അവൾക്ക് സൂര്യയുടെ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു ബഹുമാനമൊക്കെ ഉണ്ട് എന്ന് പറയാൻ. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വാങ്ങി നന്ദിനി അതിനെ സമ്മതിക്കാണ്ട്. അങ്ങനെ ശരിക്കും ഒരു വിവാഹത്തിന്റെ എല്ലാ ആചാരങ്ങൾ പ്രകാരം സൂര്യ നന്ദിനിയുടെ കഴുത്തിൽ ഹാരം അണിയിക്കുന്നുണ്ട്. ശേഷം താലിയൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു ഫോട്ടോഗ്രാഫറെ വെച്ച് ഒരു ഫോട്ടോസും എടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഒടുവിൽ 2 പേരും ചേർന്ന് നല്ലൊരു ഫോട്ടോയും കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂര്യ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കുകയാണ്. എന്നാൽ നന്ദിനി ആട്ടെ ഈ ഫോട്ടോസും കാര്യങ്ങളിലും അത്ര വലിയ മൈൻഡ് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സൂര്യ പറയുന്നുണ്ട് എന്തായാലും ആരതിയും നന്ദിനി ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങൾ അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് നടന്ന് തിരിച്ചു പൊയ്ക്കോളൂ, ഞങ്ങൾക്ക് 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞ് വിവേകും സൂര്യയും അവിടെ നിന്ന് പോവാൻ കേട്ടോ. അങ്ങനെ ആരതിയും നന്ദിനിയും വീട്ടിലെത്തുകയാണ്. പതിവ് പോലെ തന്നെ നന്ദിനി വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. പിന്നീട് അവളുടെ ഓരോ ജോലി തിരക്കുകളിൽ അവൾ എൻഗേജ്ഡ് ആവുകയാണ്. അതേസമയം ഇന്ദ്രജയും വേദയും ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് അവിടെ ഹാളിലിരിക്കുകയാണ്. ആ സമയത്താണ് വേദ ഒരു ഫോട്ടോ കാണുന്നത്. ദേ ചേച്ചി നോക്കിയേ, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇന്ദ്രജ. അത് കാണുന്നതും ഇന്ദ്രജയും വിജയും ആകെ ഷോക്കാവാൻ കേട്ടോ.
അവർ കണ്ടിരിക്കുന്നത് സൂര്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോയാണ്. സൂര്യയും നന്ദിനിയും ഒന്നിച്ച് ഇന്ന് അമ്പലത്തിൽ വെച്ച് താലി കെട്ടി നിൽക്കുന്ന ഫോട്ടോ. അവരാകെ ഷോക്കാവുകയാണ്. ഇതെപ്പോൾ സംഭവിച്ചു? നന്ദിനി ഇന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്നോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. അങ്ങനെ ഇരുവരും നന്ദിനിയുടെ അടുത്ത് വരുന്നുണ്ട്. നീ എപ്പോഴാടി അമ്പലത്തിൽ ഇന്ന് പോയത്? നീ ഈ വീട്ടിൽ വിട്ട് എപ്പോഴാ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറഞ്ഞു, ഞാൻ ആരതിയുടെ കൂടെ ഇന്ന് അമ്പലത്തിൽ പോയി. ആരോട് ചോദിച്ചിട്ടു എന്ന് ചോദിക്കേണ്ട ഇന്ദ്രജ. അത് ഞാൻ യതീന്ദ്ര സാറിനോട് ചോദിച്ചിട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നീ ഞങ്ങളുടെ അനുവാദം ചോദിച്ചില്ല? അച്ഛനോട് മാത്രം പറഞ്ഞാണോ പുറത്ത് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരോട് പറഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അപ്പോൾ സൂര്യയോ എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ സൂര്യ സാറും വിവേകിനെയും അവിടെ കണ്ടു. അപ്പോൾ അവർ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്ട് നന്ദിനി ആകെ ഷോക്കാവാണ്. സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോ ശരിക്കും സൂര്യയുടെ ഒരു റിവെഞ്ച് ആയിരുന്നു. അന്ന് മിത്രയുടെ വെല്ലുവിളിക്കും അവന്റെ അമ്മയുടെ ഈ പരിഹാസത്തിനും അപമാനത്തിനും എതിരെയുള്ള തിരിച്ചടിയായിട്ടായിരുന്നു അന്ന് മനഃപൂർവ്വം അവൻ ഈ വീഡിയോയും ഈ ഫോട്ടോസും എല്ലാം അമ്പലത്തിൽ വെച്ച് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അത് പത്മം കാണുകയാണ് കേട്ടോ. അവൾ ദേഷ്യത്തോടു കൂടി വീട്ടിൽ വന്ന് കയറുകയാണ്. എന്നിട്ട് നന്ദിനിയെ ചോദ്യം ചെയ്യാണ്.